السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും അള്ളാഹുവിനെ ഓർക്കുവാനും കഴിയുക എന്നത് ചെറിയൊരു സംഗതിയല്ല. വെള്ളത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മീനിനെ പിടിച്ചിട്ട് നമ്മൾ പുറത്തേക്കിട്ടാൽ അത് കാണിക്കുന്ന ഒരു വെപ്രാളം നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവന് വേണ്ടിയിട്ടുള്ളൊരു പെടച്ചിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അദ്ദിക്റു ലിൽ ഖൽബി കൽമാഇ ലിസ്സമക്. ഒരു മീനിന് വെള്ളം എത്രത്തോളം അനിവാര്യമാണോ അതുപോലെ മനുഷ്യൻ്റെ മനസ്സിന് അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മ എന്നത്. നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ, ദീനിനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് നമ്മുടെ ഈമാൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഒരാളുടെ ഈമാൻ എല്ലാ സമയത്തും ഒരേ ലെവലിലായിരിക്കില്ല. ആ ഈമാൻ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉടുത്ത കുപ്പായം നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാൻ നുരുമ്പിപ്പോകും. ആ ഈമാനൊരു പയക്കം വരാനുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ ഈമാൻ നിങ്ങളൊന്ന് നനച്ചു കൊടുക്കണം, അതൊന്ന് പുതുക്കണം. അത് പുതുക്കാൻ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹു ഈ ഒരു കൂടിയിരുത്തത്തിലൂടെ നമ്മുടെയൊക്കെ ഈമാനിൻ്റെ ഗ്രാഫ് ഉയർത്തിത്തരട്ടെ. പ്രിയപ്പെട്ടവരെ, എപ്പോഴും കുടുംബത്തെ ആഖിറത്തിനെ പറ്റിയിട്ട് ഓർമ്മപ്പെടുത്തിയിരുന്ന ഒരു കുടുംബനാഥനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഒരാടിനെ അറുത്തു. ആടിനെ അറുത്ത് അവരതിൻ്റെ ഓഹരിയൊക്കെ അതിൻ്റെ അവകാശികൾക്ക് കൊടുത്തു, വിതരണം ചെയ്തു. കുറച്ച് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാ ബഖിയ മിൻഹ, ഇനി എന്താണ് അതിൽ നിന്ന് ബാക്കിയുള്ളത്? അറുത്ത ആടിൻ്റെ ഇറച്ചിയിൽ നിന്ന് ഇനി എന്താണ് ബാക്കിയുള്ളത്? അപ്പം നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറഞ്ഞു, എല്ലാം കൊടുത്തു തീർന്നു, ഇനി ഒന്നും ബാക്കിയില്ല, അതിൻ്റെ തോളിൻ്റെ ഭാഗത്തുള്ള കുറച്ച് ഇറച്ചിയാണ് ബാക്കിയുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ കൊടുത്തതൊക്കെ നമുക്ക് ബാക്കിയായിട്ടുണ്ട്, കൊടുത്തതൊക്കെ നമുക്ക് ബാക്കിയായിട്ടുണ്ട്, ഈ തോളിൻ്റെ ഭാഗത്തുള്ള ഇറച്ചി മാത്രമാണ് നമുക്ക് കിട്ടാതിരുന്നത്. അപ്പം നബിൻ്റെ ആ ചിന്ത നമ്മൾ ആലോചിക്കുക. ആഖിറത്തിലേക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ബാക്കിയായിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയാക്കിയത്, മാറ്റിവെച്ചത്, അത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണം പൊന്നുമോള് ഫാത്തിമ ഒരിക്കൽ നബിയെ അന്വേഷിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ല, ആയിഷ ബീവിയാണ് ഉള്ളത്. മാവൊക്കെ കുഴച്ചിട്ട് കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നെ സഹായിക്കാൻ ഒരു സഹായി വേണം. അപ്പം നബിക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് തരപ്പെടുത്തി തരാൻ കഴിയുമോ എന്നറിയാനാണ് വന്നത്. ആയിഷ ബീവി പറഞ്ഞു, നബി വന്നാൽ ഞാൻ വിവരം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, വിവരം പറഞ്ഞു. രാത്രിക്ക് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹുവിൻ്റെയും അടുക്കലേക്ക് ചെല്ലുകയാണ്. അവർ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്, അങ്ങോട്ടാണ് കയറി ചെല്ലുന്നത്. എന്നിട്ട് ഫാത്തിമ ബീവിയോടും അലിയോടും പറയുന്നുണ്ട്, ഒരു ഭൃത്യനെയാണ് നിങ്ങൾ ചോദിച്ചത്, ഒരു ഖാദിമിനെയാണ് നിങ്ങൾ ചോദിച്ചത്.
ആ ഖാദിമിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അങ്ങനെയാണ് രാത്രി കിടക്കുമ്പോൾ ചൊല്ലുന്ന തക്ബീറും തസ്ബീഹും തഹ്മീദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻക്കും മരുമകൻക്കും മോൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്, ഫാത്തിമ ബീവി എന്താ നബിനോട് ചോദിച്ചത്? ഫാത്തിമ ബീവി എന്താണ് നബിനോട് ചോദിച്ചത്? എനിക്കൊരു വൃത്തിനെ വേണമെന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്തത്? അപ്പൊ എല്ലാ സമയത്തും മരണത്തിനപ്പുറമുള്ള ജീവിതം, ആഖിറത്തിലേക്കുള്ള വിഭവങ്ങൾ, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിലും ഓർമ്മപ്പെടുത്തലിലൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും കുറച്ച് സമയം നമ്മൾ ഒരുമിച്ചിരിക്കുന്നു, നമ്മളെ പറ്റിയിട്ട് ആലോചിക്കുക. അപ്പം ഈ സംസാരത്തിനിടക്ക് പല പോയിന്റുകളും പറയുമ്പോൾ അത് നമ്മളിലേക്ക് ടച്ച് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. പലപ്പോഴും നമ്മുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉഷാറാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഓൾക്കാണ് പ്രശ്നം, അല്ലേ? ഞാൻ തിരക്കടില്ല, മൂപ്പർക്കാണ് പ്രശ്നം, മൂപ്പരെടുത്താണ് തെറ്റ്, ഞാൻ ഓക്കെയാണ്. ചെവി കേൾക്കാത്ത ഒരാളുടെ കഥ പറയലുണ്ട്. കല്യാണം കഴിഞ്ഞൊരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ തോന്നുകയാണ്, പെണ്ണുങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ല, ഓൾക്ക് കേൾവിക്കുറവുണ്ട്. അപ്പോൾ ഓളോടാണെങ്കിൽ നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യവും മൂപ്പർക്കില്ല. അപ്പോൾ മൂപ്പരെ ചങ്ങായിയായ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എൻ്റെ പെണ്ണുങ്ങൾക്ക് കേൾവിക്കുറവുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, എന്നാൽ മോളോടാണ് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യവും എനിക്കില്ല. അപ്പോൾ എന്താ അപ്പോൾ അത് അറിയാനുള്ള മാർഗം? മൂപ്പര് പറഞ്ഞു, ഞാനൊരു മാർഗം പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യം പുരയിൽ പോയിട്ട് ഒരു 30 അടി ദൂരെ നിന്നിട്ട് ഓളെ വിളിക്കുക. ഓളെ വിളി കേൾക്കുന്നുണ്ടെങ്കിൽ ഓൾക്ക് ചെവിക്ക് തകരാറൊന്നുമില്ല. ഇനി 30 അടി പിറകിൽ നിന്നിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഒരു 10 അടി കൂടി പോയിട്ട് ഒരു 20 അടിയും കൂടി മുന്നിട്ട് പോയിട്ട് വിളിക്കുക. എന്നിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. അതും കേൾക്കുന്നില്ലെങ്കിൽ ഒരു 10 അടി കൂടി മുന്നോട്ട് പോയിട്ട് വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു നോക്കുക. അവിടെ നിന്നും കേൾക്കുന്നില്ലെങ്കിൽ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. മൂപ്പര് പുരയൊക്കെ വന്നു, അവൾ നീട്ടി വിളിച്ചു, ഫാത്തിമ അന്ന് രാത്രി ചോറിന് എന്താണ്? അപ്പോൾ പെണ്ണുങ്ങൾ മറുപടി ഒന്നുമില്ല. അപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി എന്തോ ഒരു തകരാറുണ്ട്. പിന്നെ ഒരു 10 അടി കൂടി മുന്നോട്ട് പോയിട്ട് മൂപ്പര് വീണ്ടും വിളിച്ചു, അപ്പോഴും പെണ്ണുങ്ങൾ മറുപടി ഒന്നുമില്ല. പിന്നെ ഒരു 10 അടി കൂടി പോയിട്ട് തൊട്ടടുത്ത് നിന്നിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആകണ്ട പ്രഷർ കയറിയിട്ട് ഇവളുണ്ട് പറഞ്ഞു, 3 വട്ടമായി ഇപ്പം നിങ്ങൾക്ക് ഞാൻ മറുപടി ആയിരുന്നു, ഇനി ചോദിച്ചാൽ എൻ്റെ സ്വഭാവം മാറുന്ന പറഞ്ഞത്. അപ്പോൾ ശരിക്കും ആർക്കാ തകരാറ്? മൂപ്പർക്കാണോ തകരാറ്, ഓൾക്കാണോ തകരാറ്? അപ്പോൾ ഇതാണ് സംഭവം. ഒരു കഥയാണെങ്കിലും ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഓക്കെയാണ്, ഞാൻ ഉഷാറാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഓരോ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ സംസാരം കേൾക്കുമ്പോൾ നമ്മളിലേക്ക് ചുരുങ്ങുക. തിരുത്തേണ്ടത് എന്താണോ അത് നമ്മൾ തിരുത്തുക, വെട്ടി മാറ്റേണ്ടത് എന്താണോ അത് നമ്മൾ വെട്ടിമാറ്റുക, തുന്നി ചേർക്കേണ്ടത് എന്താണോ അത് നമ്മൾ തുന്നി ചേർക്കുക. കുടുംബം മനോഹരമാണ്. കുടുംബം എത്ര മനോഹരം എന്നതാണ് നമ്മുടെ ടോപ്പിക്ക്. ഈ നോട്ടീസിലൊക്കെ ചിലപ്പോൾ ഈ ടൈറ്റിൽ കണ്ടപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങളൊന്നും അറിയാതെ പോയിക്കാണി അവിടുന്ന്. കുടുംബം എത്ര മനോഹരമാണെന്നൊക്കെ ഇപ്പം നമുക്കറിയാം. തുടക്കത്തിലൊക്കെ നല്ല ഉഷാറായിരുന്നു, ഇപ്പം അതത്ര വലിയ മനോഹരമൊന്നുമല്ല എന്ന് ചിന്തിച്ച ആൾക്കാരുണ്ടാകും. ഇപ്പോൾ പെണ്ണെട്ടി 4 കുട്ടികളായി, ലോക്കായി, ഇനി വേറെ മാർഗമൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, ഇനിയിപ്പോൾ വേറെ നിർവാഹമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എടങ്ങറായിട്ട് കുടുംബത്തിൽ കഴിയുന്നവരുണ്ടാകും. ശരിക്കും നമ്മുടെ ഫാമിലി ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ? എന്താണ് കുടുംബജീവിതത്തെ പറ്റിയിട്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ ആയത്തായിട്ടാണ് എണ്ണിയത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് എണ്ണിയത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനാണ്? ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താനാണ്. നിങ്ങൾക്കിടയിൽ സ്നേഹവും പ്രണയവും കാരുണ്യവും ഉണ്ടാകണം. അത് അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഖുർആനിലൂടെ നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്നേഹവും കാരുണ്യവും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക. ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വീണു പോകാൻ പാടില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ജിബ്രീലിനെ കാണുകയാണ് അല്ലേ. ഒരു പരിചയമില്ലാത്ത ഒരാൾ വരുന്നു, വായിക്കാൻ പറയുന്നു, ഇറുക്കി പിടിക്കുന്നു. അവിടുന്ന് പേടിച്ച് വരച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയത് എങ്ങോട്ടാണ്? നബിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അരികിലേക്കല്ലല്ലോ. ജമ്മിലൂനി ജമ്മിലൂനി എന്ന് പറഞ്ഞിട്ട് ഇന്നൊന്ന് പുതപ്പിട്ട് മൂടിത്ത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മ ഖദീജ ബീവിൻ്റെ അടുക്കലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്നത്. ഖദീജ ബീവി എന്താ പറഞ്ഞത്? ആരെങ്ങളോട് ആളും മനുഷ്യനും ഇല്ലാത്ത ആ കുന്നിൻ്റെ മുകളിൽ പോയിരിക്കാൻ പറഞ്ഞത്? ഇപ്പം എന്തോ കണ്ട് പേടിച്ച് വന്നിരിക്കുകയാണ്, ഞാൻ തിരിഞ്ഞു നോക്കൂല, ഇന്നോട് പറയണ്ട എന്നാണോ നമ്മുടെ ഉമ്മ പറഞ്ഞത്? എത്ര മനോഹരമായിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം നമ്മുടെ ഉമ്മ ഡീൽ ചെയ്യുന്നത്. കല്ലാ വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ. അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു നിങ്ങളെ ഒരിക്കലും തളർത്തുകയില്ല, അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നതിനാണ്, ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നവനാണ്, ഭാരം ചുമത്തുന്നവൻക്ക് താങ്ങാണ് നിങ്ങൾ അള്ളാഹു കൈവിടുകയില്ല. അങ്ങനെയാണ് വറഖത്ത് ബിൻ നൗഫലിൻ്റെ അരികിലേക്ക് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോകുന്നതും ഇത് മൂസാ നബിൻ്റെ അടുക്കൽ വന്ന മലക്കാണെന്ന് വറക്ക പറയുന്ന ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ശരിക്ക് ഖദീജ ബീവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയൊരു ആശ്വാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. ആ ആശ്വാസവും സമാധാനവും നമ്മുടെ അടുക്കൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. ചിലതൊക്കെ നമ്മൾ ഒരു ഹിക്മത്തോടു കൂടി ഡീൽ ചെയ്യണം. ഇപ്പോൾ പുതിയാപ്ല ഓഫീസിൽ എല്ലാ തിരക്കും കഴിഞ്ഞ് മൂപ്പര് ഉള്ള ഭാരം മുഴുവൻ ചുമന്നിട്ടായിരിക്കും പുരയ്ക്ക് കയറി വരിക. പുരയിൽ കാല് കുത്തിയിട്ടുണ്ടാവില്ല, അതിനു മുമ്പ് നമ്മളെ പരാതിപ്പെട്ടി തുറക്കും അല്ലേ. അവിടെ എങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ്, മക്കൾ പ്രശ്നമാണ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാകും, നമുക്ക് പ്രശ്നം ഉണ്ടാകും. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടികളെ കൂടെ ഓടി തളർന്നിട്ടുണ്ടാകും, ശരിയാണ്. പക്ഷെ അയാളുടെ ആ ഒരു അവസ്ഥ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മൂപ്പരവിടെ കമ്പനിയിൽ ബില്ലിൻ്റെ ഭാരവും ജോലിക്കാരുടെ പ്രശ്നവും സാലറിൻ്റെ വിഷയമൊക്കെ തലയെ കയറ്റിയിട്ടാണ് കയറി വന്നിട്ടുള്ളത്. മൂപ്പര് വന്ന് കയറിയപ്പോൾ നമ്മൾ ഉള്ള എല്ലാ പരാതിയും തുറന്നു വെക്കുകയാണ്. അപ്പം അതിനൊരു സമയം വേണം, അതിൻ്റെ ആ ഒരു അവസ്ഥയും സാഹചര്യവും സന്ദർഭവും നമ്മൾ നോക്കണം. ഈ പുതിയാപ്പിളിൻ്റെ ദേഷ്യത്തെ പറ്റിയിട്ട് ഒരു കൗൺസിലർ എടുത്ത് പരാതി പറഞ്ഞൊരു പെണ്ണിൻ്റെ കഥ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്ന് വന്നാലും ചീത്തയാണ്, തെറിയാണ്, ഭയങ്കര ദേഷ്യമാണ് മൂപ്പർക്ക്. അപ്പം എന്താ ഞാൻ ചെയ്യാന്നറിയില്ല. അപ്പോൾ മൂപ്പര് അവസ്ഥകളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഒരു 2-3 ആഴ്ച പുതിയാപ്പിള വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വായിൽ വെള്ളം നിറക്കുക. വായിൽ വെള്ളം നിറഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ സമയം നിങ്ങളിങ്ങനെ വായിലിട്ട് ഇങ്ങനെ കുലുക്കുക, അങ്ങനെ ചെയ്താൽ മതി എന്നാണ്. എന്നിട്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക, അപ്പം നമുക്ക് ആലോചിക്കാം. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞു. ഇവർ ഡോക്ടറെ അടുത്ത് വന്നു, പറഞ്ഞു ഇപ്പം നല്ല സമാധാനമുണ്ട്, 3 ആഴ്ചയായിട്ട് മൂപ്പരിനോട് ദേഷ്യം പിടിക്കുന്നൊന്നുമില്ല, ചൂടാവുന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ ഒരു 1/2 മണിക്കൂർ സമയം വായ തുറക്കാതിരുന്നാൽ ഉള്ള മെച്ചാണത്. അതുകൊണ്ടാണ് മൂപ്പര് നിങ്ങളോട് ചൂടാകാത്തതെന്നാണ് പറഞ്ഞത്. അപ്പം സന്ദർഭവും സാഹചര്യവും നോക്കിയിട്ട് പെരുമാറുക എന്നത് കുടുംബം മനോഹരമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മൾ കൊടുക്കേണ്ട അവകാശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് ഓളെ മേലുള്ള 5 നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നു, വസാമത്ത് ഷഹ്റഹ, റമദാനിലെ നിർബന്ധമായിട്ടുള്ള നോമ്പ് അവൾ അനുഷ്ഠിക്കുന്നു, വഹസ്സനത്ത് ഫർജഹ, അവളുടെ സ്വകാര്യ അവയവം, ലൈംഗിക അവയവം അവൾ സൂക്ഷിക്കുന്നു, വഅതാഅത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുന്നു. കീലലഹ, അങ്ങനത്തെ ഒരു പെണ്ണിനോട് പറയപ്പെടുന്നതാണ്, ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്ത, നീ സ്വർഗത്തിന്റെ ഏത് വാതിലൂടെയാണോ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ 8 വാതിലിന്റെ ഏത് വാതിലൂടെയും നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദുനിയ മതാ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളാണ്, ചരക്കുകളാണ്. വഖൈറു മതാഇഹാ അൽ മർഅതു സാലിഹ, അതിൽ ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ സാലിഹത്തായ പെണ്ണാണ്.
ഏറ്റവും നല്ല സമ്പത്തിനെ പറ്റിയിട്ട് സഹാബിമാർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ ഓർക്കുന്ന നാവാണ്, വഖൽബുൻ ഷാക്കിർ, നന്ദിയുള്ള ഹൃദയമാണ്, സൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, ഒരാളെ അയാളുടെ ഈമാനിന്റെ കാര്യത്തിൽ സഹായിക്കുന്ന പെണ്ണാണ്. ഇതാണ് ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്തായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരിമാർക്ക് കൊണ്ട് എന്താപ്പോൾ മൂപ്പര് നമ്മളെ പറ്റിയിട്ട് മാത്രം പറയുന്നത്, നമ്മളെ മേത്തേക്ക് ഇങ്ങനെ കയറുന്നത് എന്ന് വിചാരിക്കേണ്ട. ഈ കുടുംബ ക്ലാസ് ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പെണ്ണുങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാൽ ആണുങ്ങൾക്ക് സന്തോഷമാണ്, ആണുങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കും സന്തോഷമാണ്. ക്ലാസ് കഴിഞ്ഞാൽ പറയും മൂപ്പര് ഓരോ ഭാഗം ചേർന്നിട്ട് കുറേ പറഞ്ഞു പോയി അല്ലേ, നമ്മളെ മെക്കെട്ട് കുറേ കയറി. അങ്ങനെ ആർക്കും തോന്നരുത്. എല്ലാവർക്കും ഓരോരുത്തർക്കും മിതമായ നിലക്കുള്ളത് ഒരുക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് തിരുത്താനുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, തിരുത്തി പോവുക എന്നതാണ് കാര്യം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കുറേ കുറ്റങ്ങളും കുറവുകളും ഉള്ള മനുഷ്യന്മാരാണ് നമ്മളാണ് ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരും മലക്കല്ല. വഖലഖകും മിൻ അൻഫുസികും അസ്വാജ, വഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ തന്നിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? നമ്മളെ കൂടെ ഉള്ള ആളും മനുഷ്യനാണ്, മലക്കല്ല. നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് കുറേ കുറവുകളുണ്ടല്ലോ, ന്യൂനതകളുണ്ടല്ലോ. അതുപോലെ നമ്മുടെ കൂടെ കഴിയുന്ന ആൾക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ഈ കുറ്റങ്ങളും കുറവുകളും മാത്രം തിരഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ സൈക്കിൾ എടുത്ത് കൂടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ്, കുടുംബജീവിതം പരമ ബോറായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു അടിസ്ഥാനമുണ്ട്. ഹിജറ 8-ാം വർഷമാണ് മക്ക വിജയം നടക്കുന്നത്. ഈ മക്ക വിജയത്തിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീക്കങ്ങളൊക്കെ വളരെ സ്വകാര്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് നീക്കിയിരുന്നത്. മക്കക്കാർക്ക് ഒരു വിവരവും കൊടുക്കാതെ സ്വകാര്യമായിട്ട് കയറി ചെല്ലാനുള്ള പ്ലാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രഹസ്യ വിവരം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ചോർത്തി കൊടുക്കുകയാണ്. ഹാത്തിബ് മക്കക്കാർക്ക് ഒരു കത്ത് എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സൈനിക നീക്കം നടത്തുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന നിലക്കൊരു കത്ത് എഴുതിയിട്ട് അതൊരു പെണ്ണിൻ്റെ കയ്യിൽ കൊടുത്തേക്കുകയാണ്. ആ പെണ്ണിന് അതിനുള്ള ക്യാഷും കൊടുത്തു, ഓരോ മക്കയിലേക്ക് പറഞ്ഞേക്കുകയാണ്. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹുവിൻ്റെ വഹീ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു. ഹാത്തിബിൻ്റെ കത്ത് മക്കയിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾ ആ കത്ത് പിടിച്ച് വാങ്ങിക്കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹു വിളിച്ചു. ഇവർ 3 ആൾക്കാരും കുതിരപ്പടയാളികളാണ്. എന്നിട്ട് പറഞ്ഞു, മദീനയിൽ നിന്ന് 12 മൈലുകൾ അപ്പുറത്ത് റൗളത്തു ഖാഇ, ഒട്ടകക്കട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിൻ്റെ കയ്യിൽ ഒരു കത്തുണ്ട്, ആ കത്ത് നിങ്ങൾ വാങ്ങിയിട്ട് വരണം. അലി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ അവർ പുറപ്പെട്ടു. റൗളത്തു ഖാഇലെത്തി ഒട്ടകക്കട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണിനെയും അവർ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, അഖ്രിജി കിതാബക്, ആ കത്ത് പുറത്തെടുക്കുക, നിന്റെ കയ്യിലുള്ള എഴുത്ത് നീ ഞങ്ങൾക്ക് തരണം. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എൻ്റെ അടുത്ത് എഴുത്തൊന്നുമില്ല. പറഞ്ഞു, എഴുത്തുണ്ട് എന്നുള്ളത് നബി പറഞ്ഞതാണ്. നബി അങ്ങനെ വെറുതെ പറയൂല. ഒന്നുകിൽ നീ ആ എഴുത്ത് മര്യാദയ്ക്ക് ഞങ്ങൾക്ക് തരിക, അതല്ലെങ്കിൽ നീ ഉടുത്ത വസ്ത്രം വരെ അയച്ചു മാറ്റിയിട്ട് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. അവസാനം നിവൃത്തിയില്ലാതെ അവളുടെ മുടിക്കെട്ടിൽ നിന്ന് അവർ ആ എഴുത്ത് എടുത്തു കൊടുത്തു. ആ എഴുത്തുമായിട്ട് സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയില്ലല്ലോ. നബിക്ക് സഹാബിമാർ അത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, ഹാത്തിബിൽ നിന്ന് ഉള്ള കത്താണ്. ഇലാ നാസിൻ ബി മക്കത മിനൽ മുശ്രിക്കീൻ, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് ഹാത്തിബ് എഴുതിയിട്ടുള്ള കത്താണത്. ആ കത്ത് ഇങ്ങനെ വായിച്ച് കേട്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാ ഹാദാ യാ ഹാത്തിബ്, ഇതെന്താണ്? ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ രഹസ്യമാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ചോർത്തി കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്വകാര്യമായിട്ട് മുന്നോട്ട് നീക്കിയ സൈനിക വിവരങ്ങളാണ് ആ കത്തിലുള്ളത്. ഹാത്തിബ് കാണിച്ചത് അങ്ങേയറ്റത്തെ വഞ്ചനയാണ്. ഇതെന്താണ് ഹാത്തിബ്? അപ്പോൾ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ ലാ തഅജൽ അലയ്യ, നിങ്ങൾ എൻ്റെ വിഷയത്തിൽ ധൃതി പിടിച്ചിട്ട് ഒരു തീരുമാനം എടുക്കരുത്. ഞാൻ ദീനിന്ന് പുറത്തു പോയിട്ടൊന്നുമില്ല, ദീനിനോട് എനിക്ക് വിരോധമില്ല, ശത്രുക്കളോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ കുടുംബക്കാരവിടെ മക്കയിലുണ്ട്,
എൻ്റെ സ്വത്ത് സമ്പത്ത് മക്കയിലാണ്. അപ്പൊ നമ്മൾ വളരെ രഹസ്യമായിട്ടൊരു സൈനിക നീക്കം നടത്തുമ്പോൾ എൻ്റെ കുടുംബക്കാർക്ക് അപകടമൊന്നും പറ്റാൻ പാടില്ല, എൻ്റെ സ്വത്ത് നശിക്കാൻ പാടില്ല. ആ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതിയത്. അതല്ലാതെ ഞാൻ മുർത്തതായി പോയിട്ടൊന്നുമില്ല. ദീനിനോട് എനിക്ക് വിരോധമില്ല, ദീനിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാത്തിബ് പറഞ്ഞത് സത്യമാണ്, ഹാത്തിബ് നിങ്ങളോട് പറഞ്ഞത് സത്യമാണ്. അപ്പോൾ സഹാബിമാർക്കൊക്കെ വല്ലാത്ത ദേഷ്യം വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ പ്രഷർ കേറിയിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ദഉ അദ്രിബു ഉനുക ഹാദൽ മുനാഫിഖ്. മൂപ്പർക്ക് പിന്നെ അത്രേ ഉള്ളൂ, 8 തുണ്ട 2. നബി ഓനങ്ങോട്ട് വിട്ടുകയറി, ഓനെ ഞാൻ തീരുമാനാക്കിക്കോളാം, ആ മുനാഫിക്കിന്റെ കഴുത്ത് ഞാൻ വെട്ടിക്കോളാം എന്നാ പറഞ്ഞത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ യുദ്രീക യാ ഉമർ, ഉമർ നിനക്ക് എന്തറിയാം, ഇന്നഹു ഖദ് ഷഹിദ ബദ്റ. ഹാത്തിബ് ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ബദറിൽ പങ്കെടുത്ത മനുഷ്യന്മാരെ നോക്കിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടില്ലേ, യഅ്മലു മാ ശിഅ്തും ഖദ് ഗഫറല്ലാഹു ലക്കും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണൊക്കെ നിറഞ്ഞിട്ട് അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറഞ്ഞിട്ട് പിന്മാറിയെന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു അടിസ്ഥാനമാണ്. എന്താ നബി നമുക്ക് അതിലൂടെ തരുന്ന മെസ്സേജ്? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന സഹാബി ചെയ്ത വലിയൊരു അപരാധം, വലിയൊരു തെറ്റ്, ഒരു രാഷ്ട്രത്തോട് കാണിച്ച വഞ്ചന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബിമാരോടും കാണിച്ച വഞ്ചന, ഹാത്തിബ് ചെയ്ത വലിയൊരു നന്മ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു കൊടുക്കാൻ. ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വലിയൊരു അടിസ്ഥാനമാണ്. നമ്മളെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടാകും, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന സ്വഭാവങ്ങളുണ്ടാകും. എന്നാൽ അതിനപ്പുറം അതിൻ്റെ വേറൊരു ഭാഗത്ത് നമ്മളെ അങ്ങേറ്റം സന്തോഷിപ്പിക്കുകയും നമുക്ക് സമാധാനം തരികയും ചെയ്യുന്ന ക്വാളിറ്റികൾ അവർക്ക് ഉണ്ടാകും. അപ്പം ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ നടക്കുന്നതിന് പകരം അവരുടെ നന്മകൾ കാണാൻ നമ്മൾ പഠിക്കണമെന്ന മെസ്സേജാണ് ഈ ഒരു സംഭവത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത്. കൊല്ലത്തിൽ 364 ദിവസവും നമ്മളെ കുപ്പായം ഇസ്തിരിട്ടെന്ന ഓളായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം ഇസ്തിരിട്ട കുപ്പായം കിട്ടാൻ കുറച്ച് നേരം വൈകിയാൽ നമ്മളെ കോലം മാറി. എല്ലാ ദിവസവും നമുക്ക് നല്ല ചൂടുള്ള രുചിയുള്ള ഭക്ഷണം മേശപ്പുറത്ത് ഒരുക്കി വെക്കുന്നത് അവളാണ്. ഒരു ദിവസം നമ്മളെ മുമ്പിൽ വന്ന അപ്പത്തിന് കുറച്ച് ചൂട് കുറഞ്ഞാൽ നമ്മളെ കോലം മാറി. ഏതെങ്കിലും ഒരു ദിവസം ചോറുന്ന ഒരു മുടിൻ്റെ നാര് കിട്ടിയാൽ അന്ന് അവിടെ ബദറും ഉഹദും ഖന്തഖും ഒപ്പം കഴിയും. അത് പറ്റൂല. അവരുടെ നന്മകൾ കൂടി കാണാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ആയിഷ ബി പറഞ്ഞതാണ്, കാന ഖുലുഖുൽ ഖുർആൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ എന്നാണ് പറഞ്ഞത്. ഇതെന്താ നമ്മുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, പുരക്കാരോട് എന്ത് പറഞ്ഞാലും എത്ര ചാടിക്കളിച്ചാലും ഇങ്ങോട്ടൊന്നും കേൾക്കൂലല്ലോ. നമുക്ക് നമ്മളെല്ലാ ദേഷ്യവും ഭാരവും ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമായിട്ട് നമ്മൾ വീട്ടുകാരെ കാണുന്നു. പെണ്ണുങ്ങളോട് കുട്ടികളോട് എന്ത് പറഞ്ഞാലും എത്ര ചാടിക്കളിച്ചാലും പ്രശ്നമില്ല എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. പണ്ടൊരാൾ മൂപ്പർക്ക് അങ്ങാടിയിൽ നിന്ന് നല്ല തല്ല് കിട്ടി, പള്ളം അറച്ചും അടി കിട്ടി. മൂപ്പർക്കാണെങ്കിൽ ഒന്നും തിരിച്ചു കൊടുക്കാനും പറ്റിയിട്ടില്ല, ആകെ ഇടങ്ങാറായി. മൂപ്പരെന്ത് ചെയ്യാണ്, തല്ലൊക്കെ വാങ്ങിയിട്ട് പുരയ്ക്ക് തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഖബർസ്ഥാനുണ്ട്. മൂപ്പരെ പുരയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ഖബർസ്ഥാനുണ്ട്. അപ്പോൾ ആ ഖബർസ്ഥാനിലേക്ക് കണ്ട് തിരിഞ്ഞു നിന്നിട്ട് മൂപ്പര് വെല്ലുവിളിച്ചു എന്നാണ്, ഇന്ന തല്ലിയോരെ വാപ്പാരും വല്യപ്പാരൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്നാണ് മൂപ്പര് വെല്ലുവിളിച്ചത്. അപ്പോൾ അവിടെ നിന്നൊന്നും വരാനില്ല, അവിടെ നിന്നൊന്നും കിട്ടാനില്ല. അപ്പോൾ പുരയിൽ എത്ര മോശമായിട്ട് പെരുമാറിയാലും പ്രശ്നമില്ല എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. ആ സ്വഭാവം നമ്മൾ മാറ്റണം. അങ്ങാടിക്ക് ഇറങ്ങിയാൽ നമ്മൾ എത്ര ഉഷാറാണ് അല്ലെ, നമ്മുടെ ഓഫീസിൽ നമ്മളെങ്ങനെയാണ്, നമ്മുടെ ജോലി സ്ഥലത്ത് എങ്ങനെയാണ്, നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ എങ്ങനെയാണ്, എന്നാൽ വീട്ടുകാട് കയറിയാലോ നമ്മൾ കാട്ടാളന്മാരായിട്ട് മാറുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഈമാനുള്ള ആള് ഏറ്റവും നല്ല സ്വഭാവമുള്ളവളാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. അതിൽ തന്നെ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവരാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം ആ കുടുംബത്തോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെയൊക്കെ സ്വഭാവം കൂടുതൽ കൂടുതൽ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബം മനോഹരമാകാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്.
നമ്മളെടുത്ത് എന്താണ് ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് മുതലുണ്ടായിരുന്നു, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്ന പായന്റെ കോലം എന്തായിരുന്നു? ആ പായെന്ന് നബിയുടെ എഴുന്നേറ്റാൽ നബിന്റെ പുറത്ത് ഇങ്ങനെ പാട് വീണിട്ടുണ്ടാകും. അത്ര പരുക്കം പായയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങിയിരുന്നത്. നബിന്റെ അടുക്കലേക്ക് ഒരു സഹാബി വരികയാണ്, അള്ളാഹുവിന്റെ റസൂലെ വിശക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മമാരുടെ അടുക്കലേക്ക് ആ സ്വഹാബിയെ അയച്ചു. ആ സഹാബി തിരിച്ചു വന്നിട്ട് പറയാണ്, അവരടുത്ത് ഒന്നുമില്ല. എല്ലാ ഭാര്യമാരും, നബിന്റെ എല്ലാ ഭാര്യമാരും പറഞ്ഞത് മാ മഅന ഇല്ലൽ മാ, പച്ചവെള്ളം അല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത്. ആയിഷ ബീവി പറഞ്ഞില്ലേ, 2 മാസം നമ്മൾ അടുപ്പിൽ തീ പുകയാറില്ല, പച്ചവെള്ളവും കാരക്കയും തിന്നിട്ടാണ് നമ്മൾ കഴിച്ചു കൂട്ടിയിരുന്നത്. അപ്പോൾ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് വിഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച സമയത്തൊന്നും ഇബ്രാഹിം നബി കൂടെ ഇല്ല. പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇവരുടെ കുടുംബജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മക്കയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ വരികയാണ് ഇസ്മായിൽ നബിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന സമയത്ത് ഇസ്മായിൽ നബി പുരയിലില്ല, പുറത്തു പോയിരിക്കുകയാണ്. വീട്ടിലുള്ളത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയാണ്. അപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് അവസ്ഥ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു, എന്താ വർത്താനം, വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. പറഞ്ഞ ആകെ പ്രശ്നമാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. ഇവരിങ്ങനെ പയരം പറയാൻ തുടങ്ങി. അങ്ങനെ അവസ്ഥകളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇസ്മായിൽ വന്നാൽ എൻ്റെ സലാം പറയണം. ഇസ്മായിൽ വന്നാൽ എൻ്റെ സലാം പറയണം. ഓനോട് ആ ഉമ്മറപ്പടി ഒന്ന് മാറ്റിവെക്കാൻ ഒന്ന് ഉപദേശിക്കുകയും ചെയ്യണം. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ വന്നു. അപ്പോൾ അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? ഒരു വയസ്സായ ഒരു മനുഷ്യൻ വന്നിരുന്നു. എന്തേ പറഞ്ഞത്? നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, ഉമ്മറപ്പടി മാറ്റി വെക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, അത് വന്നത് എൻ്റെ വാപ്പയാണ്. ഉമ്മറപ്പടി എന്ന് പറഞ്ഞത് നിന്നെയാണ്, അന്നെ ഇവിടുന്ന് മാറ്റണം, ഇജ്ജ് എൻ്റെ പെരേക്ക് പോയിക്കോന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇസ്മായിൽ അലൈഹി സ്വലാം അവരെ ഒഴിവാക്കി. പിന്നെ പുതിയൊരു കല്യാണം കഴിച്ചു. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ വീണ്ടും വരുന്നുണ്ട്. വീണ്ടും വന്ന സമയത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇല്ല. അപ്പോൾ ചോദിച്ചു, എന്താണ് വിവരങ്ങൾ, എന്താണ് അവസ്ഥ? അപ്പോൾ പറഞ്ഞാൽ അൽഹംദുലില്ലാ, സന്തോഷത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. എന്താ നിങ്ങളെ ഭക്ഷണം? അപ്പോൾ നമുക്ക് ഇറച്ചിയുണ്ട്, മാംസമുണ്ട്, പിന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇറച്ചിയിലും വെള്ളത്തിനും ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അന്ന് അറബികൾക്ക് അവിടെ മക്കയിൽ ധാന്യം ഉണ്ടായിരുന്നില്ല. അന്ന് ധാന്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ധാന്യത്തിനും ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമായിരുന്നു. ഏതായാലും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയൊക്കെ കിട്ടി. പറഞ്ഞു, ഓൻ വന്നാൽ ഓനോട് സലാം പറയണം, ഉമ്മറപ്പടി അങ്ങനെ തന്നെ ഉറപ്പിക്കാനും പറയണം എന്നാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ പറഞ്ഞു, ഒരാൾ വന്നിരുന്നു, നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, ഉമ്മറപ്പടി അങ്ങനെ തന്നെ ഉറപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. വന്നതിൻ്റെ വാപ്പയാണ്. ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ നീയാണ്, നിന്നെ കൂടെ തന്നെ കൂട്ടിക്കോന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിൽ കണ്ട പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പെണ്ണിൽ കണ്ട ഗുണം എന്താണ്? അത് ഖനാഅത്താണ്. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ള വലിയ ക്വാളിറ്റിയാണ്, വലിയ ഗുണമാണ്. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉള്ളത് കൊണ്ടാണ് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല, അല്ലെ? പൊരൻ്റെ ഡിസൈന് പറ്റാത്തതുകൊണ്ട് ആ പൊര കുത്തി പൊളിച്ചിട്ട് പുതിയ പൊര ഉണ്ടാക്കിയ ആൾക്കാരെ നമുക്കറിയാം. പുതിയാപ്ല കൂലിപ്പണിക്കാരനായിരിക്കും. ഒരു ദിവസം ഒരു 700, 800, 900 ഒക്കെ കൂലി വാങ്ങുന്ന ആളായിരിക്കും. അത് പറയും, എൻ്റെ അമ്മായിൻ്റെ മോളെ കുടിരിക്കലുണ്ട്, ആ കുടിരിക്കലിൻ്റെ എൻ്റെ അനിയത്തിയും പുതിയാപ്പിളൊക്കെ 2 കട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്, നമ്മൾ ഒട്ടും മോശമാക്കാൻ പറ്റൂല. എന്നിട്ട് ഈ സാധു അയാളുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല, ഇയാൾ കടം വാങ്ങിയിട്ട് മാമൂലുകൾ നടത്തുക, അല്ലേ? സംഭവം ആക്കിക്ക് അറക്കുമ്പോൾ സുന്നത്ത് ആടിനറക്കലൊക്കെ തന്നെയാണ്. പക്ഷെ ആടിനറുത്താൽ ഇപ്പോൾ ആർക്കും തികയൂല. അതുകൊണ്ട് നിങ്ങളൊരു പോത്തിനെ തന്നെ അറക്കണം. സുന്നത്ത് ആടിനറക്കലാണ്. ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനറക്കുക, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനറക്കുക. അതാണ് സുന്നത്ത്. ആ സുന്നത്തൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാവർക്കും കിട്ടണമെങ്കിൽ പോത്തിനറക്കണം. എന്നിട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഈ സാധു പോത്തിനെ വാങ്ങിയിട്ട് അറക്കുക. എങ്ങനെ ഇപ്പോൾ ഓളവിടെ പെറ്റിയെടുക്കുമ്പോൾ ഒരാളെ നമ്മൾ നിർത്താതിരിക്കുക? അത് നമ്മളെ തറവാടിനൊരു മോശമല്ലേ? നോക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല, ഉമ്മാക്ക് നോക്കാൻ ആരോഗ്യമുണ്ട്, അവിടെ പുരയിൽ നോക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. പക്ഷെ നമ്മൾ ഒരാളെ നിർത്തിയിട്ടില്ലെങ്കിൽ, ഒരു 40,000 റുപ്യ 50,000 റുപ്യ കൊടുത്തിട്ട് നമ്മൾ ഒരാളെ നിർത്തിയിട്ടില്ല എങ്കിൽ അതൊരു മോശമാണ്.
അതൊരു കുറച്ചിലാണ്. എന്നിട്ട് ഈ സാധു 2 മാസം പണിയെടുത്ത പൈസ ഇവിടെ നോക്കാനുള്ള പെണ്ണിന് കൊടുക്കാൻ മാത്രം. എന്തിനപ്പം ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്ന ആവശ്യം? നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. ഖനാഅത്ത് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് ആ കുടുംബജീവിതം കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് പറ്റുക. ആ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും. ഇതിങ്ങൾക്ക് കുറേ തിരുത്തേണ്ടതും പൊളിച്ചെഴുതേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ നമ്മൾ തിരുത്തിയേ പറ്റൂ. അള്ളാഹു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മക്കളാണല്ലോ. നമുക്കൊരു വാപ്പുണ്ട്, നമുക്കൊരു ഉമ്മയുണ്ട്. ആ വാപ്പയോടും ഉമ്മയോടും നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ, അവരോട് നമ്മൾ പെരുമാറുന്ന രീതി, അത് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചത് പോലെയാണോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. ഉമ്മക്ക് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ടോ? വാപ്പാക്ക് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ അത് അർഹിക്കുന്ന നിലക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക. ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തിട്ട് യാത്ര പോകുന്ന എത്ര മക്കളുണ്ട്? വാപ്പാക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന എത്ര മക്കളുണ്ട്? അതൊക്കെ വലിയ ക്വാളിറ്റികളാണ്. അങ്ങനത്തെ ഗുണങ്ങളും ശീലങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അങ്ങനത്തെ ഒരു ശീലെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എൻ്റെ പുരയിൽ എപ്പോൾ ഇറങ്ങി പോവുകയാണെങ്കിലും, ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഉമ്മ കൊടുത്തിട്ടാണ്, ചുംബനം കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോരാറുള്ളത്. നമ്മൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും, നമുക്ക് എത്ര വയസ്സുണ്ടെങ്കിലും, നമുക്ക് കല്യാണം കഴിഞ്ഞ് 4 കുട്ടികളായാലും ഓർക്ക് നമ്മൾ മക്കൾ തന്നെയാണ്. ആ ഉമ്മയെയും ഉപ്പയെയും ഒരു നിലക്കും നമ്മൾ വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ഓരോട് തട്ടിക്കയറരുത്, ഓരോട് ചാടിക്കളിക്കരുത്, അവരോട് ദേഷ്യം പിടിക്കരുത്, മുഖം കോട്ടരുത്. ഹസൻ ബിൻ അലി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ഉമ്മയോട് അങ്ങേയറ്റത്തെ സ്നേഹവും ഇഷ്ടമുള്ള ആളായിരുന്നു. പക്ഷെ ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് ചോറ് കഴിക്കൂല, ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കൂല. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിങ്ങളെ ഉമ്മാനോട് ഭയങ്കര സ്നേഹവും ഇഷ്ടവും ബഹുമാനമൊക്കെ ഉള്ള ആളാണല്ലോ, എന്താ ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാത്തത്? അപ്പൊ ഹസൻ ബിൻ അലി റഹിമഹുല്ലാഹു തആല അതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞാനും ഉമ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിയാൽ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിഭവം അവിടെ ഉണ്ടാകും. അത് ഉമ്മ നോക്കി വെച്ചിട്ടുണ്ടാകും. ഉമ്മ നോക്കി വെച്ച ആ വിഭവം ഞാനെങ്ങാനും അറിയാതെ എടുത്തു പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാത്തതെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതായിരുന്നു സലഫുകൾ എന്ന് പറഞ്ഞാൽ. നമ്മളെവിടെയുള്ളത് എത്ര പോരേല് ഉമ്മാര് മക്കളെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാകും അല്ലേ? നമ്മൾ പള്ള നിറച്ചും തട്ടിയിട്ട് പിന്നെ ബാക്കി ഉമ്മ വന്നിരുന്നിട്ട് തിന്നു പോവുക. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ഉമ്മാരോടൊക്കെ നമ്മളിങ്ങനെ തട്ടിക്കയറുന്നതും ചാടിക്കളിക്കുന്നതും ദേഷ്യം പിടിക്കുന്നതും എന്താണെന്നറിയോ? അങ്ങോട്ട് എത്ര പറഞ്ഞാലും ഓര് നമ്മളെ കൂടെ തന്നെ ഉണ്ടാകും, അവര് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു വാക്ക് അവരെ വേദനിപ്പിച്ചാൽ, അവരുടെ മനസ്സിൽ മുറിവുണ്ടാക്കിയാൽ, അത് എത്ര വലിയ അപകടമാണ്, എത്ര വലിയ ദുരന്തമാണ് നമ്മൾ ചിന്തിക്കുക. ഉമ്മാരുടെയൊക്കെ മനസ്സ് നമ്മൾ ശരിക്ക് ആലോചിക്കണം. ഒരു ലബനാനി കവി വളരെ മനോഹരമായിട്ട് ഒരു ഉമ്മയുടെ കൽബിനെ പറ്റിയിട്ട് പാടുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണത്. ഒരാൾക്ക് ഈ സ്വത്തിനോടുള്ള ആർത്തി മൂത്തിട്ട് അയാള് മുത്തും പവിയവും വജ്രമൊക്കെ അന്വേഷിച്ച് പോവാണ്. അപ്പൊ അയാളോട് പറഞ്ഞു എന്നാണ്, നീ നിന്റെ ഉമ്മാന്റെ കൽബ് പറിച്ചു കൊണ്ടുപോവാ, ആ കൽബ് കൊണ്ടുവന്നാൽ നിനക്കതൊക്കെ തരാം. അന്റെ ഉമ്മാന്റെ കൽബുമായിട്ട് നീ വന്നാൽ നിനക്ക് ദിർഹമുകൾ തരാം, നിനക്ക് വജ്രം തരാം, നിനക്ക് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ തരാം. അപ്പൊ ഈ ആർത്തി മൂർത്തിട്ട് ഇയാള് ഒരു കടാറി എടുത്തിട്ട് ഉമ്മയുടെ നെഞ്ചു കുത്തി തുറന്നിട്ട് ആ ഹൃദയം പറിച്ചെടുത്തിട്ട് ഇയാൾ ഓടുകയാണ്. ഇയാൾ ധൃതിയില് ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ ഇയാളെ കാല് തെറ്റിയിട്ട് ഇയാൾ വീണപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ആ ഉമ്മയുടെ ഹൃദയവും തെറിച്ചുപോയി. അപ്പൊ ആ ഉമ്മയുടെ ഹൃദയം വിളിച്ചു എന്നാണ്, നാദാഹു ഖൽബുൽ ഉമ്മി വഹുവ മുഅഫ്ഫറുൻ വലദി ഹബീബി ഹൽ അസാബക മിൻ ദറർ. അല്ലെ മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നീ വീണപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ആ കൽബ് അയാളോട് സംസാരിച്ചു എന്നാണ്. അപ്പൊ അയാൾക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ഞാൻ ചെയ്തത് എത്ര വലിയ അക്രമാണ്, ഞാൻ ആരെയാണ് ഈ കൊന്നിട്ടുള്ളത്, ആരുടെ ഹൃദയമാണ് എൻ്റെ കയ്യിലുള്ളത്? അയാൾക്ക് ഭയങ്കര സങ്കടം തോന്നി.
അങ്ങനെ അയാൾ സ്വയം കുത്തി മരിക്കാൻ തീരുമാനിക്കണം, ആത്മഹത്യക്ക് തീരുമാനിക്കുകയാണ്. ആ കത്തി അയാളുടെ നേരെ നീട്ടിയപ്പോൾ ആ ഉമ്മ വീണ്ടും വിളിച്ചു എന്നാണ്, നാദാഹു ഖൽബുൽ ഉമ്മി കുഫയദൻ വലാ തത്അൻ ഫുആദി മർറതൈനി അലൽ അസർ. മോനെ, ആ കത്തി താഴെയിട്, ആ കത്തി നിന്റെ നേരെ ചൂണ്ടരുത്, ഒരിക്കൽ കൂടി ഉമ്മയുടെ ഹൃദയം നീ കുത്തി തുറക്കരുത് എന്നാ ഹൃദയം ആ കൽബ് അയാളോട് പറഞ്ഞു എന്നാണ് സംഭവം. ഇതൊരു ലബനാനി കവിയുടെ ഭാവനയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന കൽബൊന്നും സംസാരിക്കൂല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതാണ് ഉമ്മയുടെ മനസ്സെന്ന് പറഞ്ഞാൽ. ആ മനസ്സ് നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഇനി മക്കളോടും മരുമക്കളോടുമാണ് പറയാനുള്ളത്. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അയാൾ സഹവസിക്കാൻ അർഹതപ്പെട്ട ആൾ അയാളുടെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ടല്ലോ, ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണയും പറഞ്ഞത് ഉമ്മുക്ക 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 എന്നാണ്. കാരണം ഒരാണും ചെയ്യാത്ത 3 കാര്യങ്ങൾ ഒരു പെണ്ണ് ചെയ്യുന്നുണ്ട്. അത് ഗർഭം ചുമക്കലാണ്, പ്രസവിക്കലാണ്, മുലയൂട്ടലാണ്. അപ്പൊ ഉമ്മാനോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ഉമ്മമാരാണല്ലോ, ഉപ്പമാരാണ് അല്ലേ? നമ്മുടെ മക്കള് കല്യാണം കഴിഞ്ഞു, പിന്നെ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഓൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്താണോ പറയുന്നത് അത് മാത്രമേ ഓൻ കേൾക്കുള്ളൂ. നമുക്ക് ഒരു നിലയും വിലയില്ല. നമുക്ക് എന്താ തോന്നുക? നമുക്ക് എത്ര വേദന ഉണ്ടാകും, നമുക്ക് എത്ര സങ്കടം ഉണ്ടാകും അല്ലേ? നമ്മൾ ചെറുപ്പം മുതൽ വളർത്തി കൊണ്ടുവന്ന മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. ആ നിലക്കാവുമ്പോൾ നമുക്ക് എത്ര സങ്കടം ഉണ്ടാകും. അപ്പൊ എൻ്റെ പുരയിലുള്ള അമ്മായിമ്മ എൻ്റെ പുതിയാപ്പളൻ്റെ ഉമ്മയാണ്. അയാൾക്ക് ആ ഉമ്മയോട് വലിയ ബാധ്യതകളുണ്ട്, വലിയ കടമകളുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഓരോ മരുമക്കൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. ചില അമ്മായിമ്മമാരുടെ കാര്യത്തിലൊക്കെ നമ്മൾ കുറേ കണ്ണടക്കേണ്ടി വരും, കുറേ ക്ഷമിക്കേണ്ടി വരും. അതൊക്കെ പുതിയാപ്പിളരോട് നമ്മൾ കാണിക്കുന്ന നന്മയായിട്ട് നമ്മൾ കൂട്ടിയാൽ മതി. ചില ആൾക്കാർ എത്ര നോക്കിയാലും അതുകൊണ്ട് നോട്ടാവൂല അല്ലേ? നമ്മൾ എത്ര നല്ല ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലും ആ ബിരിയാണിക്ക് കുറച്ച് വേവ് കൂടുതലായിരിക്കും. നമ്മൾ മന്തിയും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ച ദിവസം എല്ലാ കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും പോയിട്ട് പള്ള നിറച്ചും മന്തി തട്ടിപ്പോരുന്ന അമ്മായിമ്മക്ക് അന്ന് മന്തി പറ്റുന്നല്ലേ അല്ലേ? അന്ന് അവർക്ക് നാടൻ ചോറ് കിട്ടിയേ പറ്റൂ. അതൊക്കെ ഒന്ന് കണ്ണടക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് ഓര് ചെയ്യുന്നൊന്നും പ്രശ്നമായിരിക്കൂല. മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ഉണ്ടാകും, അമ്മായിമ്മൻ്റെ കൈ കെട്ടിയിട്ട് ആ ഗ്ലാസ് താഴെ വീണാൽ അമ്മായിമ്മ എന്താ പറയുക? ഇതെന്താ ഗ്ലാസ് ഇവിടെ വെക്കല്? ഗ്ലാസ് വെക്കേണ്ട സ്ഥലം ഇതാണോ? മരോളെ കൈ കെട്ടിയിട്ട് വീണാലോ എന്താ എൻ്റെ മുഖത്ത് കണ്ണില്ലേ, അങ്ങ് നോക്കി നടന്നൂടെ എന്നാണ് തിരിച്ചു ചോദിക്കുക. അപ്പം അങ്ങനത്തെ അമ്മായിമാരുണ്ടാകും. ഒരു കൗൺസിലറുടെ അടുത്ത് ഒരു കുട്ടിനെ കൊണ്ടുവന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, അമ്മായിമ്മനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഫസ്റ്റത്തെ സിറ്റിംഗ് കഴിഞ്ഞു. ഇയാൾ അമ്മായിമ്മനെ വിളിച്ചു വരുത്തി. അമ്മായിമ്മ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എന്താപ്പോൾ ഇത് കാര്യം, ഇത് ശരിയല്ലല്ലോ, നിങ്ങളെ വീട്ടിക്ക് നിങ്ങളെ വിശ്വസിച്ച് കയറി വന്നൊരു പെൺകുട്ടിയല്ലേ, അപ്പോൾ ഓൾ ഇങ്ങനെയൊക്കെ ഇടങ്ങറാവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ അമ്മായിമ്മ പറഞ്ഞു, ഇവൾക്ക് ഒരു പുട്ട് ചുടാൻ പോലും അറിയില്ല, ഒരു പുട്ട് ചുടാൻ പോലും അറിയില്ല. അപ്പോൾ പുട്ടുംകുറ്റിൻ്റെ പിറകിലല്ല ഇവൾ കുത്തുന്നത്, പുട്ടുംകുറ്റിൻ്റെ ആവി വരുന്ന ഭാഗത്താണ് ഇവൾ എന്ത് ചെയ്യുന്നത്, കുത്തുന്നതെന്നാണ് അമ്മായിമ്മയുടെ പരാതി. അപ്പം ഇയാൾ ഈ മോളെ ഉമ്മാനെ വിളിച്ചു വരുത്തി ഉമ്മാനോട് സംസാരിച്ചു. പുട്ട് ചുടാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആണുങ്ങൾക്ക് വരെ അറിയുന്ന കേസാണ്. നിങ്ങളെ മോൾക്കൊരു പുട്ട് ചുടാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ഗൗരവമാണ്. അപ്പം നിങ്ങളെ മോളെ ഭാഗത്ത് തന്നെയാണ് പ്രശ്നം. അപ്പം ഈ ഉമ്മ പറഞ്ഞു, എൻ്റെ കുട്ടി 14-ാമത്തെ വയസ്സ് മുതൽ പുട്ട് ചുടാൻ തുടങ്ങിയിരിക്കും. 14-ാമത്തെ വയസ്സ് മുതൽ ഓള് പുട്ട് ചുടുന്നുണ്ട്. പക്ഷെ ഈ അമ്മായിമ്മന്റെ മോന്തണ്ട് കണ്ടാൽ പിന്നെ പുട്ടുംകുറ്റിന്റെ എവിടെ കുത്തണ്ടെന്ന് ഇവൾക്ക് അറിയില്ല എന്നാണ്. ആ ജാതി അമ്മായിമ്മമാരുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടറിയുക. നമ്മുടെ വാക്കും നമ്മുടെ പെരുമാറ്റമൊക്കെ നമ്മൾ നല്ലോണം നിയന്ത്രിക്കുക, നമ്മൾ നല്ലോണം കൺട്രോൾ ചെയ്യുക എന്നതാണ് കാര്യം. അതുപോലെ തന്നെ അമ്മായിമ്മമാരോടും അമ്മോശന്മാരോടും പറയാനുള്ള കാര്യം, എല്ലാ മരുമക്കളെയും നമ്മൾ ഒരേ കണ്ണോടുകൂടി കാണണം. ചിലപ്പോൾ ഒരാളോട് നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്, അത് മനുഷ്യൻ്റെ മനസ്സാണ്. എല്ലാവരോടും മനസ്സിൻ്റെ ഉള്ളിൽ ഒരേ കോലത്തിലുള്ള ഇഷ്ടം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. പക്ഷെ നമ്മുടെ പെരുമാറ്റത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല.
അല്ലേ? ഇളയ മരുമോള് രാവിലെ 10 മണിക്ക് നീച്ച് വന്നാലും അമ്മായിമ്മക്കൊരു പ്രശ്നമില്ല. എന്നാൽ മൂത്ത ആള് 6 മണിക്ക് അടുക്കള കയറേണ്ട 6:30 ആയാൽ ഭയങ്കര പ്രശ്നമാണ്. ഇതാണ് ഈ നാത്തുമാർക്കിടയിലൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന ഒരു കാരണം, അല്ലേ? ഇളയ ആൾക്ക് പുതിയാപ്പളുടെ കൂടെ എങ്ങോട്ടും പോകാം, ഓൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാം, അതിനൊന്നും ഒരു നിയന്ത്രണവും കൺട്രോളും ഇല്ല. അത് അമ്മോശൻ അമ്മായിമ്മ ഒന്നും ചോദിക്കൊന്നുമില്ല. എന്നാൽ മൂത്ത ആളൊന്ന് മാറ്റി ഒരുങ്ങിയിട്ട് ഓൻ്റെ കൂടെ ബൈക്കുമ്മ കയറിയാൽ ഇജെങ്ങട്ടാ പോകുന്നത്, ഇജെന്തിനാ പോകുന്നത്, ഓൻ പോയാൽ പോരെ, നിങ്ങൾ രണ്ടാളും കൂടി എന്തിനാ പോകുന്നത്, ഇവിടെ ഒന്നോളി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം. ഒരേ കുടുംബത്തിൽ ഒരേ ഫാമിലിയിലുള്ള 2 മരുമക്കൾ, 2 ആളോട് 2 നീതി 2 രീതി, അത് പ്രശ്നമാണ്. അത് ഓർക്കിടയിൽ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണമായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെയും മരുമക്കളെയും ശത്രുക്കളാക്കി മാറ്റാതിരിക്കാൻ നമ്മുടെ പെരുമാറ്റം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാര്യം. പിന്നെ നാത്തൂന്മാരോടും കുടുംബത്തിൽ കഴിയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്തും നമീമത്തും പറയുന്നത് നമ്മൾ നിർത്തണം. അത് നിർത്തിയിട്ടില്ല എങ്കിൽ ആ പുരയിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് ആ വിഷയം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോവാൻ, അല്ലേ? ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട് നബി എന്താ പറഞ്ഞത്? 2 പേരും ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ, വലിയൊരു തെറ്റിന്റെ പേരിലല്ല ഒരു ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ തെറ്റായിട്ട് കാണുന്ന സംഗതിയല്ല, പക്ഷെ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിൽ ഒരാളെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാന യംശി ബിൻ നമീമ, നമീമത്തുമായിട്ട് നടക്കുന്നവനാണ് പറഞ്ഞത്. ഇവിടുന്ന് കേട്ടത് അവിടെ പറയാ, അവിടുന്ന് കേട്ടത് ഇവിടെ പറയാ, അങ്ങനെ ആകെ പ്രശ്നമാക്കുക, അല്ല? ഓരോ തമ്മിൽ തെറ്റിക്കാൻ നടക്കുക. ആ പണി ഒരു കുടുംബത്തിൽ നടക്കുന്നുണ്ടോ, ഒരു വീട്ടിൽ നടക്കുന്നുണ്ടോ, അവിടെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ആ കുടുംബത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. സ്വകാര്യങ്ങൾ സ്വകാര്യമായിട്ട് വെക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 ഖലീഫമാരുമായിട്ട് വിവാഹബന്ധമുണ്ട്. 4 ഖലീഫമാരുമായിട്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹബന്ധമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൾ ആയിഷ ബീവി നബിന്റെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ ബീവി നബിന്റെ ഭാര്യയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 ഖലീഫമാരുമായിട്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹബന്ധമുണ്ട്. ഇവിടെ ഹഫ്സ ബീവിയുടെ വിവാഹമാലോചന അത് നമുക്ക് വലിയ പാഠങ്ങൾ തരുന്നൊരു സംഭവമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൾ ഹഫ്സയുടെ ഭർത്താവ് ഹുനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു മരിച്ചു. അദ്ദേഹം മരിച്ച് ഹഫ്സ ബീവി വിധവയായി. ഇപ്പൊ വിധവയായ സമയത്ത് മോൾക്കൊരു പുതിയാപ്പിള്ള വേണം. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുന്ന ആരുടെ അടുക്കലേക്കാണെന്ന് അറിയോ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നു, എൻ്റെ ഹഫ്സ ഇപ്പോൾ കല്യാണത്തിന് സമയമായിട്ടുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയും, എനിക്ക് സമയം വേണം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തീരുമാനം അറിയിച്ചു, എന്തായാലും ഇപ്പോൾ കല്യാണം വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം, ഞാൻ എന്തായാലും കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. ആലോചിക്കണം, നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അന്ന് വേറൊരു ഭാര്യയുണ്ട്, അങ്ങോട്ട് ചെന്നിട്ട് വിവാഹം ആലോചിക്കാൻ അതൊരു മോശം സംഗതിയൊന്നുമല്ല. ഇങ്ങോട്ട് തന്നെ കല്യാണാലോചന വരണമെന്നൊന്നുമില്ല, അങ്ങോട്ട് പോയിട്ടും വിവാഹം ആലോചിക്കാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നിട്ട് വിവാഹം ആലോചിക്കുകയാണ് ചെയ്തത്. ദീനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിഗണിച്ചുള്ളത്. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്, ദീന് നോക്കുക എന്നുള്ളതാണ്. എത്രയോ കുടുംബങ്ങളിൽ ഒരു ദീനും നോക്കൂല, ആണ്ട് കെട്ടിച്ചു വിടും, പിന്നെ ലാസ്റ്റ് ഇവളാണ്ട് ഇടങ്ങറാവാൻ. അവിടെ നടക്കുന്ന എല്ലാ ബിദാത്തിനും ഖുറാഫാത്തിനും ഇവിടെ കൂട്ടുവെക്കണം. അവിടെ ആഴ്ചയിൽ മൗലിദിൻ്റെ സദസ്സുണ്ടാകും. എന്നിട്ട് അന്ന് ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ ഒപ്പം ഓൾ നിൽക്കണം, ഓൾക്ക് അതിൻ്റെ ഭക്ഷണം കഴിക്കണം. അങ്ങനെയൊക്കെ ഇടങ്ങറാകുന്ന എത്ര മക്കളുണ്ടെന്ന് അറിയും. അപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഓനക്ക് ജോലി ഉണ്ടോ, ഓൻ്റെ തറവാട് എന്താണ്, ഓന് ഖത്തറിലാണോ അമേരിക്കയിലാണോ കുവൈറ്റിലാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് കെട്ടിച്ചു വിടും, ദീന് നോക്കൂല. നമ്മളെ പറപ്പൂരുസ്ത പറയലുണ്ട്, പറപ്പൂരുസ്തൻ്റെ പരിചയത്തിലുള്ള ഒരാൾ, മൂപ്പർക്ക് പെൺകുട്ടികളാണ്. അപ്പോൾ ആ പെൺകുട്ടികളുടെ വിവാഹ സമയമാകുമ്പോൾ മൂപ്പർക്ക് വരുന്ന ആലോചന വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഈ പുതിയാപ്പളുടെ നാട്ടിലേക്ക് പോകുന്നതാണ്. ഫജറിൻ്റെ സമയത്താണ് പുതിയാപ്പളുടെ നാട്ടിലെ പള്ളിയിലെത്തുക. എടാ അവിടെ ഫജറിന് ഓനെ കണ്ടിക്കണമെങ്കിൽ ഓക്കെയാണ്, ഫജറിന് പള്ളിയിൽ പുതിയാപ്പളുണ്ടെങ്കിൽ ഓക്കെയാണ്. ഫജറിനൊന്നും പുതിയാപ്പളിനെ പള്ളി കാണുന്നില്ലെങ്കിൽ മൂപ്പര് പറയുന്നതാണ് ആ കേസ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുന്നാണ്. അപ്പോൾ ദീന് പരിഗണിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹഫ്സ ഉണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ?
അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചല്ലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്മാനോട് തോന്നിയതിനേക്കാളും ഒരു സങ്കടവും ദേഷ്യവും അബൂബക്കറിന്റെ വിഷയത്തിൽ എനിക്ക് തോന്നിയെന്നാണ്. ഉസ്മാൻ അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ഹഫ്സ ബീവിയെ വിവാഹം ആലോചിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഫ്സ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് മറുപടി ഒന്നും തരാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് നല്ല ദേഷ്യം തോന്നിയിട്ടില്ലേ, നിങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹഫ്സയെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നബിക്ക് ഹഫ്സയുടെ കേസിൽ ഒരു താല്പര്യമുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് നബി സ്വകാര്യമായിട്ട് വെച്ചൊരു സംഗതിയായിരുന്നു. അപ്പൊ നബി തന്നെ അത് പരസ്യമാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി ഒന്നും തരാതിരുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാൻ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു ക്വാളിറ്റിയാണ്. ആ സ്വകാര്യമായിട്ട് ഉള്ളിൽ വെക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരാൾ നമ്മളെ വല്ലാതെ വിശ്വസിച്ചിട്ട് അവരുടെ വേദന നമ്മളോട് പറഞ്ഞതായിരിക്കും, നമ്മൾ ആരോടും പറയില്ലല്ലോ എന്നുള്ള നിലക്കായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളത് ആകെ പാടി നടക്കുക, അത് ആകെ ഫ്ലാഷ് ആക്കുക. അത് എത്ര വലിയ വഞ്ചന എന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഹദ്ദസ റജുലു ബിൽ ഹദീസ് സുമ്മ ഇൽതഫത ഫഹിയ അമാനത്തുൻ. ഒരാൾ നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറയാണ്, ആ വർത്താനം പറയുന്നതിനിടയിൽ മൂപ്പരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇത് സ്വകാര്യാന്നൊന്നും പറഞ്ഞിട്ടില്ല, മൂപ്പര് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നുണ്ടോ, ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ മൂപ്പര് ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഹിയ അമാനത്തുൻ. അയാൾ പറഞ്ഞ വർത്താനം അത് അമാനത്താണ്. ആരോടും പറയരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ മൂപ്പര് ആ പെരുമാറ്റത്തൊന്നും ഇടപെടലിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് വളരെ സ്വകാര്യമായിട്ട് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അത് വേറൊരാളോട് പറയാന്നുള്ളത് അങ്ങേയറ്റം വഞ്ചനയാണ്, അമാനത്തിൽ വരുന്ന വീഴ്ചയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് അമ്മോശന്മാരോടും അമ്മായിമ്മമാരോടും കുടുംബക്കാരോടും എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു പിണക്കുണ്ടായാൽ, ഉടക്കുണ്ടായാൽ അത് വളരെ മനോഹരമായിട്ട് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ. ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടത് നമ്മളാണെങ്കിൽ നമ്മൾ താഴ്ന്നു കൊടുക്കണം. അത് ഓരല്ല പ്രശ്നം തുടങ്ങിയത്, ഓനാദ്യം വരട്ടെ, നമ്മളല്ലല്ലോ ഉണ്ടാക്കിയത്, ഓരുണ്ടാക്കിയ കുഴപ്പങ്ങളല്ലേ, ഓരത് ആദ്യം വന്നിട്ട് മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കിബിറ് നടിച്ചിട്ട് നമ്മൾ നിൽക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫാത്തിമ ബീവിന്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ ഫാത്തിമ ബീവിന്റെ അടുക്കൽ വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു അവിടെ കാണുന്നില്ല. അപ്പോൾ ചോദിച്ചു, എവിടെ അലി എവിടെ പോയി? അപ്പോൾ പറഞ്ഞു, നമുക്കിടയിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി, അലി പിണങ്ങി പോയിക്കാണ്, ഇൻ്റെ അടുത്ത് ഇവിടെ കഴിയൂല, ഉറങ്ങാനൊന്നും നിന്നിട്ടില്ല, അലി എങ്ങോട്ടോ പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആളെ വിട്ടു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എവിടെയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കിട്ടി, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവിടെ മദീന പള്ളിയിലുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? നബി നേരെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് മദീന പള്ളിയിലേക്ക് പോവാൻ. ആഹാ, എൻ്റെ മോളോട് പിണങ്ങിയിട്ട് ഓൻ പോയിരിക്കേ, നജ് പെട്ടിയും പാണ്ടൊക്കെ എടുത്തോ, നമുക്ക് നമ്മളെ പുരേക്കണ്ട് പോകാം എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് അലി റളിയല്ലാഹു അൻഹു മണ്ണിൽ ഇങ്ങനെ കിടക്കുകയാണ്. മദീന പള്ളി എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലത്തെ വെള്ളക്കൊട്ടാരല്ലല്ലോ, എന്നാ നിലത്ത് മണ്ണാണ്. ആ മണലിലാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. മേത്തൊക്കെ മണ്ണായിട്ടുണ്ട്, മുഖത്തൊക്കെ മണ്ണാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. കും യാ അബാ തുറാബ്, കും യാ അബാ തുറാബ്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്. ആ മണ്ണൊക്കെ ഇങ്ങനെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മേത്ത് നിന്ന് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. അതൊരു അമ്മോശനാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബൂ തുറാബ് എന്നുള്ള പേരാണ്. ആ അബൂ തുറാബ് എന്നുള്ള പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് ഈ സമയത്താണ്. ഇതിന്ന് നമുക്ക് കിട്ടുന്ന കുറേ പാഠങ്ങളുണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ പാടായി എന്ന് പറഞ്ഞിട്ട് മക്കളണ്ട് വിട്ടുകൊടുക്കലല്ല, ഇടയ്ക്കൊക്കെ വിവരം അറിയാൻ എന്ത് ചെയ്യണം, ഓരോ പുരയ്ക്ക് പോകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഓളെ പുതിയാപ്പിള അവിടെ ഇല്ല എങ്കിൽ നമുക്ക് ഓളെ പുരയ്ക്ക് കയറുന്നതിൽ പ്രശ്നമില്ല.
അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് തൃപ്തി ഉണ്ട് എന്ന് നബിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അലിനോട് പ്രത്യേകം അനുവാദം ചോദിച്ചിട്ടൊന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, ഫാത്തിമ ബീവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. മൂന്നാമത്തെ ഒരു പാഠം എന്താണെന്ന് അറിയോ? ആരാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പാൻ്റെ മോനാണ്. ഖലീഫമാരിൽ 4ാമത്തെ ആളാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനുള്ള ശ്രേഷ്ഠത എത്രയാണ്! ആരാണ് ഫാത്തിമ ബീവി? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമാണ്. ഓർക്കിടയിൽ എന്തുണ്ടായിട്ടുണ്ട്? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഓർക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അത് മനുഷ്യന്മാരാണോ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത് നമ്മൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ മാതൃക നമുക്ക് കാണാൻ പറ്റും. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇത് ഈഗോ കാരണം 2 കൂട്ടരും താഴ്ന്നു കൊടുക്കൂല. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിയാപ്പിളയും പുതിയണ്ണും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആകെ കിബറാൻ അല്ലേ. മൂപ്പര് താഴ്ന്നു കൊടുക്കാതെ ഒരു മാർഗമില്ല, ഇവള് താഴാതെ ഒരു പ്രശ്നമില്ല. അല്ല, ലാസ്റ്റ് ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് മക്കളിങ്ങനെ ശ്വാസം മുട്ടുക. പിന്നെ കേസായി, കോടതിയായി, പിന്നെ അതിന് തെളിവുണ്ടാക്കലായി, കള്ളക്കേസായി, പിന്നെ അതിന് വേണ്ടിയിട്ട് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ ആഖിറത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ കാണുക. അവസാനമായിട്ട് എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും എനിക്ക് ഉപദേശിക്കാനുള്ളത്, വീട്ടിൽ കുടുംബത്തിൽ ദീൻ ഉണ്ടാവുക എന്നുള്ളതാണ് കുടുംബം മനോഹരമാകാനുള്ള പരിഹാരം. ദീന് പഠിക്കുന്ന ഒരു സാഹചര്യവും സംസ്കാരവും ഉണ്ടാകണം. ഒന്നും വേണ്ട, രാവിലെ എല്ലാ ദിവസവും ഫജ്ർ കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് നമ്മൾ കുടുംബം ഒന്നാകെ ഒരുമിച്ചിരിക്കുന്നു. നമ്മൾ അമാനി മൗലവിയുടെ തഫ്സീർ എടുക്കും. നമുക്ക് ആർക്കും ക്ലാസ് എടുക്കാനൊന്നും അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനൊന്നും, അങ്ങനെ ക്ലാസ് എടുത്തിട്ട് വർത്താനം പറയാനൊന്നും കഴിയില്ല. പ്രശ്നമില്ല, വായിക്കാൻ അറിയാലോ. അമാനി മൗലവി റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീർ മുമ്പിൽ വെക്കുന്നു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സ്ഥിരമായിട്ട് നമ്മുടെ പോരയിൽ എന്ത് ചെയ്യുന്നു, ഒരു ഖുർആൻ ക്ലാസ് നടക്കുന്നു. നമ്മൾ ഫാമിലി ഒരുമിച്ചിരുന്നിട്ട് അങ്ങനത്തെ ഒരു പദ്ധതി നമുക്ക് കണ്ടുകൂടെ? അല്ലെങ്കിൽ വേണ്ട, നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ ഇപ്പം എല്ലാവർക്കും ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാകും. അതിലുള്ള പിത്തനക്കും ഫസാദിനും മാത്രം ഉപയോഗിക്കാനുള്ളൊരു സംഭവമല്ലല്ലോ. അതിൽ നന്മകൾ നടക്കട്ടെ. ആ ഫാമിലി ഗ്രൂപ്പിൽ നമ്മൾ മാത്രം, നമ്മളെ പുരക്കാർ മാത്രമുള്ളൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഡെയിലി ഒരു ദിവസം എന്ത് ചെയ്യുന്നു, ഒരു ഖുർആൻ ക്ലാസ്, ഒരു 30 മിനിറ്റുള്ള, ഒരു 20 മിനിറ്റുള്ള ഒരു ഖുർആൻ ക്ലാസ്സിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ഒരാഴ്ചക്കുള്ളിൽ അത് കേൾക്കണം. അതിൻ്റെ ഒരു പരീക്ഷ നമ്മൾ കുടുംബത്തിൽ എന്ത് ചെയ്യുന്നു, പരീക്ഷ നടത്തുന്നു. അല്ലെങ്കിൽ ഒരു ഹിഫ്ള്, ഒരു ആയത്തെടുക്കുന്നു, ഒരാഴ്ച കൊണ്ട് ഇതെല്ലാവരും ഹിഫ്ളാക്കണം. അല്ലെങ്കിൽ ഒരു 10 ആയത്തെടുക്കുന്നു, ഇത് ഹിഫ്ളാക്കണം. ആ ഹിഫ്ളാക്കുന്ന നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നു. അങ്ങനെ ഒരു പഠിക്കുന്നൊരു സംരംഭവും ഒരു സംസ്കാരവും നമ്മുടെ വീട്ടിൽ നമ്മൾ തുടങ്ങി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഓനക്ക് ദീനിൽ ആഴത്തിലുള്ള അറിവ് കൊടുക്കുന്ന പറഞ്ഞത്. ദീനിൽ ആഴത്തിലുള്ള അറിവ് കൊടുക്കും. അപ്പോൾ ആ ഹദീസ് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഓനക്ക് ദീനിൽ അറിവ് കൊടുക്കൂല എന്നാണ്. ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ അറിവ് കൊടുക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നന്മയിൽ നമ്മൾ ഉഷാറാണ്. നമ്മൾ പള്ളിയിൽ 5 നേരം ജമാഅത്തിന് പോകുന്നുണ്ട്. അപ്പുറത്ത് ഓന് കിടന്നുറങ്ങുന്നുണ്ടാകും. 18ഉം 20ഉം വയസ്സായ പോത്ത് പോലത്തെ മോന് അപ്പുറത്തെ മുറിയിൽ ഉറങ്ങുന്നുണ്ടാകും. ഓൻ്റെ വാതിലൊന്ന് മുട്ടിയോ നമ്മളെ കൂടെ വരും. അത് അനക്കണ്ട് വിളിച്ചൂടെ? മുമ്പരതാ പറയാം, അനക്കണ്ട് വിളിച്ചൂടെ? ഓള് വിളിച്ചാൽ നീക്കൂല, അതുകൊണ്ടാണ് ഓൻ അവിടെ തന്നെ കിടക്കുന്നത്. നമ്മൾ വിളിച്ചാൽ മതി. നമ്മളൊരു വിളി വിളിച്ചാൽ ചിലപ്പോൾ ഓനെ അവിടെ പള്ളിയിൽ എത്തിയിട്ടുണ്ടാകും. നമ്മൾ വിളിക്കൂല, അതാ പ്രശ്നം. നമ്മളെ കുടുംബവും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുള്ള വാശി നമുക്ക് വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നും ഉമ്മാനെ വിളിക്കും. മുസ്ലിം ആയിട്ടില്ല, എന്നും ഉമ്മാനെ വിളിക്കും, ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. എന്നും ഉമ്മ ഓരോ കാര്യങ്ങൾ പറയും. ഒരിക്കലും ഉമ്മാനെ ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ അബൂ ഹുറൈറയുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചീത്ത പറഞ്ഞു. അബൂ ഹുറൈറക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത വാക്ക്. അബൂ ഹുറൈറ കരഞ്ഞിട്ട് നബിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഉമ്മാനെ ഞാൻ എന്നും വിളിക്കും, എന്നും ക്ഷണിക്കും. ഇന്ന് വിളിച്ചപ്പോൾ അതെൻ്റെ ഉമ്മ എങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എനിക്കത് താങ്ങാൻ പറ്റിയില്ല റസൂലേ. അബൂ ഹുറൈറ കരഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നത്. ഫദ്ഉല്ലാഹ ലി ഉമ്മി അബി ഹുറൈറ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളൊന്ന് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബി ഹുറൈറ, അള്ളാഹു അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. ആ പ്രാർത്ഥന കേട്ട് സന്തോഷം കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചു ഓടുകയാണ്.
അപ്പോൾ തിരിച്ചോടിയപ്പോൾ വീട്ടിൽ അരികിലെത്തിയപ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാൻ. അപ്പോൾ അബൂ ഹുറൈറ പുറത്ത് വന്ന വിവരം ഉമ്മ അറിഞ്ഞു. പറഞ്ഞു, മഹ്ലൻ യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ ഉള്ളിലേക്ക് കയറില്ല, അവിടെ പുറത്തു നിന്നോ, ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് വരാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ വന്നു, വാതിൽ തുറന്നു, പുറത്ത് വന്നിട്ട് പറയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു കൊടുത്ത ഉത്തരാൻ. അബൂ ഹുറൈറ നേരെ ഓടുകയാണ്, നബികൾക്ക് തിരിച്ചു ഓടുകയാണ്, കരഞ്ഞിട്ടാണ് ഓടുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, ആദ്യം ഞാൻ നബിൻ്റെ അടുക്കലേക്ക് കരഞ്ഞു ഓടിയത് എൻ്റെ ഉമ്മ നബിനെ പറ്റിയിട്ട് ചീത്ത പറഞ്ഞപ്പോഴുള്ള സങ്കടം കാരണമാണ്. ഇപ്പം എൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു എന്ന സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത്. നബിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഖദിസ്തജാബല്ലാഹു ദഅവതക്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. അബൂ ഹുറൈറയുടെ ഉമ്മ മുസ്ലിം ആയിട്ടുണ്ട്. അവിടെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഉമ്മയും എൻ്റെ കൂടെ വേണം അല്ലെ. ഉമ്മാനോട് ഞാൻ എത്ര പറഞ്ഞു, ഓരോടൊന്നും എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചാറത്ത് പോകുന്നതും ആ ഏലസ് കെട്ടുന്നതും മുറുക്ക് കെട്ടുന്നതൊന്നും നിർത്താൻ പോകുന്നില്ല. ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇനി പറയാനൊന്നും നിന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് മാറിക്കല്ല വേണ്ട. നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അല്ലേ. നമ്മളെ ഉമ്മ നമുക്ക് വേണ്ടേ? സ്വർഗത്തിൽ നമ്മളുണ്ടാകണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ കുടുംബവും വേണം. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഓരോട് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, ഓര് കേട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോരല്ല. നമ്മളെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഉമ്മാക്ക് വേണ്ടിയിട്ട്, വാപ്പാക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അമ്മായിക്ക് വേണ്ടിയിട്ട്, കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച എത്ര ആൾക്കാരുണ്ടാകും അല്ലെ. ഓർക്ക് ഹിദായത്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച, ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തേടി എത്ര മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാകും. പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബത്തിൽ കൺകുളിർമയും സന്തോഷവും നൽകട്ടെ. ദീന് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നന്മ ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബിമാരുടെ നേരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് നോമ്പുകാരൻ? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നലെ രാത്രി നോമ്പെടുക്കാനൊന്നും തീരുമാനിക്കാത്തതുകൊണ്ട് ഞാൻ നോമ്പെടുത്തിട്ടില്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇന്നലെ തന്നെ ഞാൻ നോമ്പെടുക്കാൻ തീരുമാനിച്ചിരുന്നു, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ചോദ്യം, മൻ ആദ മിൻകുമുൽ യൗമ മരീദ, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇരിക്കല്ലേ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ നമുക്കൊരു രോഗിനെ സന്ദർശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പുറത്തുനിന്ന് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണെന്ന വിവരം അറിഞ്ഞിട്ട് ഇബ്നു ഔഫിൻ്റെ വീട് വഴിയാണ് ഞാൻ പള്ളിയിലേക്ക് വന്നത്. ഇബ്നു ഔഫിനെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ചോദ്യം, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് ആരാണ് ഒരു മിസ്കീനായ പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തത്? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, നമ്മൾ പള്ളിയിലാണ്, നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, സലാം വീട്ടിയിട്ട് നിങ്ങൾ നേരെ തിരിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്ന ആരാന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാലല്ലേ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിവാതിൽക്ക് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. മൂപ്പർ അവിടെ ഭക്ഷണം ചോദിച്ച് നിൽക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ മകൻ അബ്ദുറഹ്മാൻ്റെ കയ്യിൽ ഒരു ഹുബ്സിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. ആ ഹുബ്സിൻ്റെ കഷ്ണം ഞാൻ ആ മനുഷ്യർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നൊരു മിസ്കീനെ ഞാൻ ഭക്ഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അൻത ഫഅബ്ശിർ ബിൽ ജന്ന, അബൂബക്കർ, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, നന്മയുടെ കാര്യത്തിൽ നമ്മൾ അബൂബക്കർമാരാവുക. നന്മ ചെയ്യാൻ എവിടെയാണ് ഒരു ഗ്യാപ്പ് കിട്ടുന്നത്, ഒരു ചാൻസ് കിട്ടുന്നത്, ആ ഗ്യാപ്പ്, ആ ചാൻസ് നമ്മൾ മുതലാക്കുക. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സന്തോഷവും കൺകുളിർമയും ചൊരിയട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين. السلام عليكم ورحمة الله وبركاته.